വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുന്നതാണ്. കാരണം ഇന്ന് ഓണാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ആക്ച്വലി എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഓവർ സ്റ്റാഫ്ഡ് ആയ കാരണം കൊണ്ട് ഇന്ന് എനിക്ക് ലീവ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആക്ച്വലി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിൻ്റെ പർച്ചേസിന് വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സദ്യ ഉണ്ടാക്കി സദ്യ കഴിക്കണം എന്നൊക്കെയാണ് പ്ലാൻ. പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷൻസ് ആണ് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ചുട്ടുവിനെ ആദ്യം കിണ്ടിയിൽ കൊണ്ടാക്കണം. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിണ്ടി കൊണ്ടാക്കിയിട്ട് നേരത്തെ കിണ്ടിയിൽ നിന്ന് എടുക്കണം. നമുക്ക് ഓണസദ്യയൊക്കെ ആയി കഴിയുമ്പോൾ പോയി കൊണ്ടുവരാം സുട്ടുവിനെ. അപ്പോൾ അത്ര നേരം നമ്മൾ സുട്ടുവിനെ കിണ്ടിയിലാക്കും. സുട്ടിന് ഓൾറെഡി കിണ്ടി ഉള്ള ദിവസമാണെന്ന്. അപ്പോൾ കിണ്ടിയിലാക്കിയിട്ട് ആ വഴിക്ക് പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. പിന്നെ അടുത്ത ആളെയും അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ടില്ല. അവിടെ ബാക്കിൽ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ആളെയും നമ്മൾ സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ മൊത്തം പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. ഇപ്പം ടൈം ഇവിടെ ഒരു 7 മണി ആയിട്ടുണ്ട്. 7 മണിയല്ല 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും 8 മണിക്ക്. അപ്പോൾ പോയി പർച്ചേസ് ചെയ്തിട്ട് വരാം, പാക്കേജ് പോയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കയറി. അവിടെ ബാക്കിൽ ഇരിപ്പുണ്ട് 2 പേര്. ഒരാളിരിപ്പം ഞാനൊന്ന് കാണാത്ത സുട്ടു ഇവിടെ ഇരിപ്പുണ്ട്, സുറിന് ഇവിടെ ഇരിപ്പുണ്ട്. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു ഓൾ. അപ്പോൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരാം. അപ്പം നമ്മൾ സുട്ടുവിനെ ഇനി കിണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. സുട്ടു ഇനി വന്നെടുക്കാം കേട്ടോ. ലഞ്ചിന് ഓക്കെ. സുട്ടു വാ നടന്നോ. സുട്ടു കിണ്ടി പോകുന്നു. സുട്ടുവിനെ കിണ്ടിയിലേക്ക് വിടുന്നു. സൈൻ ചെയ്യണം. സമയത്തിന് 8:30. അങ്ങനെ ഓണം പർച്ചേസിങ് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം തന്നെ ഇതിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചാൽ ഇവിടെ ഇത് തൃക്കേലപ്പുറമാണോ? ഇതുണ്ടാവും. നമ്മുടെ ന്യൂസിലാൻഡിൽ കിട്ടുന്ന തേങ്ങ, നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന തേങ്ങ ഇവിടെ നല്ല കുലുക്കൊക്കെ ഉണ്ട് സാധനത്തിന്. ഇപ്പം ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പം ഞങ്ങൾ ടിക്ടോക്ക് വൈറൽ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. അവള് സ്ട്രോബെറി ഫ്ലേവറും ഞാൻ മാംഗോ ഫ്ലേവറും. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. ഓപ്പൺ ഹിയർ എന്നാണ് എടുക്കുന്നത്. സ്ട്രോബെറി, വലിയ സ്ട്രോബെറി. പിന്നെ cheers. നമ്മുടെ അൽഫോൺസയുടെ ഒക്കെ ടേസ്റ്റ്. ട്രൈ ചെയ്യാം. അപ്പം പാക്ക് ആൻഡ് സേവിൽ ഇപ്പം $4 കേട്ടോ. 3.99 എന്താണ്. മസ്റ്റ് ട്രൈ ആണ്. ഇതിന് മുന്നേ മറ്റേ കുണാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടും എനിക്ക് അത്രയ്ക്ക് തോന്നില്ല. പക്ഷെ ഇത് അടിപൊളി സാധനം.
പീച്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, മാംഗോ ഉണ്ട്. അപ്പം ഞങ്ങളങ്ങനെ തിരിച്ചെത്തി. അപ്പം ഇനിയിപ്പോൾ എല്ലാം ഉണ്ടാക്കണം, A to Z തുടങ്ങണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ് ഞാനിവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചായക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, കഴിക്കാനായിട്ട് ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ടൈം ലേറ്റ് ആവും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ടൈം 10 o'clock ആയി. നമ്മളൊരു 1 മണിക്കുള്ളിലെങ്കിലും ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ചായ കുടിക്കാം, ഒരു കോൺഫ്ലെക്സ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചായ ഉണ്ടാകട്ടെ കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ പരിപ്പ് അടുപ്പത്തിട്ടു, സാമ്പാറിനുള്ള പരിപ്പ്. അപ്പം നമ്മുടെ ചായ ഇവിടെ തെളിച്ചുകൊണ്ടിരിക്കുന്നു. കുർണി, നീ പൂക്കളാണ് കാണുന്ന പോലില്ല. പൂക്കളൊന്നും അങ്ങനെ തീരുമോ? ഓക്കെ, സുർണയുടെ പൂക്കളം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ പൂക്കളാണ് കുർണയുടെ അല്ലേ, ലൈഫിലെ ആദ്യത്തെ പൂക്കളല്ലേ. എന്താവുന്ന കാണാം അല്ലേ കുർണി? ഞാൻ എന്നാ പറയാൻ പറ്റില്ല. Chittu coming from Kindi. ചുറ്റുമോളെ തുറങ്ങായിരുന്നു അവിടെ. തിന്നോ നമ്മുടെ സദ്യ ഇവിടെ റെഡിയായി. സാമ്പാർ, നമ്മുടെ മധുരക്കറി, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, അച്ചാറ്, അവിയൽ, ഇഞ്ചിക്കറി, സെള്ളസ്. ഇത് ക്യാബേജ് ആണ് കേട്ടോ. ക്യാബേജിൻ്റെ കളർ കണ്ടിട്ട് ആരും ചോദിക്കരുത് ഇതെന്താ ഈ കളർന്ന്. ക്യാബേജ് അതിൻ്റെ ഒരു വയലറ്റ് കളർ ക്യാബേജാണ് കേട്ടോ അത്. പിന്നെ മോര് കറി, പിന്നെ കായും പയറും തോരൻ, ഒരു വെള്ളം, നമ്മുടെ പഴം, പിന്നെ നമ്മുടെ ബനാന ചിപ്സ്, നമ്മുടെ രസം, പായസം, പരിപ്പ് പായസം ഉണ്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ചുറ്റൂടെ നടക്കുന്നു. ചുട്ടു ചുട്ടു ചുട്ടെവിടെ? ചുറ്റു വട്ടം കറങ്ങേ. വട്ടം 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 വട്ടം. ചേച്ചി വട്ടം കറങ്ങണം. ചേച്ചി വട്ടം കറങ്ങണം. ഓണപ്പാട്ടൊക്കെ ചെയ്യുന്നുട്ടോ. ചുട്ടു ചുട്ടു ഓണം. ഹാപ്പി ഓണം ചുട്ടു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറഞ്ഞ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പറക്കണ പൂവേ 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 കളറാവട്ടെ. ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം. അങ്ങനെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ അവസാനിച്ചിരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ, വീട്ടിലെ ഓണം സെലിബ്രേഷൻ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഓണം സെലിബ്രേഷൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓണം സെലിബ്രേഷൻ ടിൽ ഒക്ടോബർ വരെ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്.
അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.